അല്ലാഹനെ തന്നെയാണ് സത്യം. മാതിരി എനിക്കറിയില്ല. വാന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹന്റെ റസൂലാണ്. മയുസ്അലു ബി, എന്നെ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അത്രത്തോളം ഉറപ്പുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതാ തന്റെ വിനയം കൊണ്ട് പ്രത്യേകം ഭയത്തോടുകൂടി സംസാരിക്കുന്നു. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം പിന്നെ എന്താണ് എന്ന് കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇതങ്ങ് കേട്ടപ്പോ കാലത്ത് മഹദിയായ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയാണ്, ഫവല്ലാഹി ലാ ഉസക്കി അഹദൻ ബഅദഹു അബദാ. ഇത് കേട്ടതിന്റെ ശേഷം പിന്നെ ഒരു കാലത്തും ഒരാളെയും ഞാൻ ആ നിലക്ക് തസ്കിയത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ അയാൾ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ അയാൾ അല്ലാഹ് ആദരിച്ചിരിക്കുന്ന ഉറപ്പാണെന്ന ഒരു വർത്തമാനം പിന്നെ ഞാൻ ഒരാളെ പറ്റിയും എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് ആ അധ്യാപനം കേട്ടു. പക്ഷേ എന്നാലും ആ മഹദി നോക്കൂ നിങ്ങൾ, ആ മഹദിയുടെ മനസ്സിലത് വല്ലാത്ത ദുഃഖമായി, സങ്കടമായി. അങ്ങനെ ആ മഹദി പറയുന്നു, ഫനിംതു, അങ്ങനെ ഞാൻ ഉറങ്ങി. അപ്പോഴതാ എനിക്ക് കാണിക്കപ്പെട്ടു ഉസ്മാനിന് വേണ്ടിയതാ ഒരു അരുവി ഒഴുകുന്നതായി, ഉസ്മാനിന് വേണ്ടി ഒരു നദി ഇങ്ങനെ ഒഴുകുന്നതായി ഞാൻ എങ്ങനെ സ്വപ്നം കണ്ടല്ലോ. ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോയി. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് റസൂലുള്ളാഹിനോട് ഞാൻ പറയുകയും ചെയ്തപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദാലിക അമലുഹു, അത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളാണ്. കണ്ടോ, നദിക്ക് സമാനമായ പുഴ ഒഴുകും പോലെ ഒഴുകാൻ മാത്രമുള്ള കർമ്മങ്ങളുമായാണ് മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്. നല്ല ലക്ഷണമാണ്, നല്ലതാണ് നീ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശം വിചാരിക്കാനല്ല ഈ ഹദീസ് പറഞ്ഞത്. മഹാന്മാരാണ്, അവരെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സംഭവം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ കേൾപ്പിച്ചത്, പറഞ്ഞത് എന്തിനാണ്? ഒരാളെ കുറിച്ചും ഇന്നയാൾ സ്വർഗത്തിലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പ് തന്നിട്ടുള്ളവരെ കുറിച്ച് അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണ്, അങ്ങനെ പല ആളുകളെ കുറിച്ചും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പറയാം. അല്ലാത്ത എല്ലാ മഹാന്മാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും സദ്വിചാരം വെച്ച് പുലർത്തുക, ആരെയും മോശമായി പറയാനല്ല. അങ്ങനെയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള പല രൂപത്തിലുള്ള ചില ലക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലേ? ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ല നിലക്കുള്ള ഒരു അന്ത്യത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നർത്ഥം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ നമുക്ക് ഒരാൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കില്ല ഒരാൾ മരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ആര് കലിമ ചൊല്ലിക്കൊടുക്കാനാണ്? അയാൾക്കത് പറയാൻ കഴിയുമോ? എന്തായിരിക്കും സ്ഥിതി? പല രൂപത്തിലാണ്. അപ്പോ ഒന്നും നമുക്കങ്ങനെ ഒരാളെ മരണത്തെ സംബന്ധിച്ച്, ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അന്ത്യം ഏത് നിലക്കായി എന്ന് പരമകാരുണികനായ റബ്ബിനല്ലാതെ അറിയില്ല കേട്ടോ. അല്ലാഹുവല്ലാതെ അയാളുടെ അവസാനത്തെ നിമിഷം എങ്ങനെയായിരുന്നു എന്നറിയില്ല. നല്ലത് വിചാരിക്കലാണ് നമുക്ക് ഏറ്റവും പുണ്യകരമായ കാര്യം. അല്ലാഹുവേ, എപ്പോഴും നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയാണെങ്കിലും, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പറ്റി സദ്വിചാരം വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകാൻ ഇടവരരുത്. അല്ലാഹുവിനെ പറ്റി ഹുസ്നുൽ ളന്ന് പുലർത്തിക്കൊണ്ടല്ലാതെ, സദ്വിചാരം വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ. അല്ലാഹുവിനെ പറ്റി എന്താ വിചാരിക്കുന്നത്? ആ നല്ല വിചാരത്തോടെ മരിക്കാൻ കഴിയുക എന്നത്, എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു, എന്നാലും എനിക്ക് എന്റെ റബ്ബിൽ നിന്ന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഖൗഫും അതുപോലെ തന്നെ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് കിട്ടാനുള്ള റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയുമൊക്കെ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് ആ നിലക്കാണ് റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അനഇന്ദ വന്നി അബ്ദീ,
എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ത്യം നന്നാവണം. അതിന് പ്രിയപ്പെട്ടവരെ, എത്ര അത്യുച്ചത്തില് പരിസരത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾപ്പിച്ചാലും നമുക്കത് പറയാനാവില്ല. അതല്ലെങ്കിൽ ആ ഒരവസ്ഥയിലായിരിക്കണമെന്നില്ല. അതിന്റെ മുമ്പേ അമലുകളിലൂടെ, വിശ്വാസത്തിലൂടെ ആ ഒരു വേർപാടിന്റെ രംഗത്തിന്റെ ഏറ്റവും വലിയ ആ മൂല്യമായ നേരത്ത്, അമൂല്യമായ ആ നിമിഷങ്ങളിൽ നല്ല നല്ല കാഴ്ചകൾ കാണണ്ടേ, നല്ല നല്ല രംഗങ്ങൾ കാണണ്ടേ, റഹ്മത്തിന്റെ മലായികത്തുകൾ കൊണ്ടുവരുന്ന സ്വർഗീയ പുടവയുടെ സുഗന്ധം ആസ്വദിക്കണ്ടേ. അതൊക്കെ പ്രിയപ്പെട്ടവരെ ഈമാനുള്ള മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന, മഹാന്മാർക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ്. അതേ അവസരത്തിൽ വിശ്വാസം അടിയുറച്ചു പോയിട്ടില്ലെങ്കിൽ, കർമ്മങ്ങൾ യഥാർത്ഥമായ നിലക്ക് ചെയ്യുന്നില്ലെങ്കിൽ, തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, ചീത്തയായ വിചാരവികാരങ്ങളാണ് എപ്പോഴും മനസ്സിലെങ്കിൽ, ചീത്തയാണ് കാണുന്നത് മുഴുവനുമെങ്കിൽ, അതിനോടാണ് ആവേശമെങ്കിൽ, ചീത്തകൾ കാണാനും ചീത്തകൾ കേൾക്കാനും ചീത്ത പറയാനും അതുപോലെ തന്നെ ആ നിലക്കുള്ള ചീത്തയായ സദസ്സുകളിൽ പോയി അളാകിയിരിക്കാനും അങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വെറുപ്പുള്ള സംഗതികളിൽ ജീവിതത്തെ അങ്ങനെ കയറൂരി വിട്ട് കഴിയുമ്പോ മരണനേരത്തും ആ വക ചിന്തകളൊക്കെ അല്ലാതെ നല്ല ഒരു ചിന്ത വരില്ല. ഞാനൊന്ന് മുസ്ലിമായെങ്കിൽ, ഞാനൊന്ന് മുത്തഖിയായെങ്കിൽ, ഞാനൊരു മുവഹിദായി ജീവിച്ചിരുന്നെങ്കിൽ, എനിക്കൊന്ന് സൽക്കർമ്മം ചെയ്യാനുള്ള ഒരവസരം കൂടി എന്റെ റബ്ബ് തന്നിരുന്നുവെങ്കിൽ, ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുന്ന നേരമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ത്യം ശുഭകരമായി തീരണോ, ഈമാനിനെ സുദൃഢമാക്കിക്കോ, കർമ്മങ്ങൾ നന്നാക്കിക്കോ, സ്വഭാവങ്ങൾ നന്നാക്കിക്കോ. ഇതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ളത്. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഈ ഒരവസ്ഥയാണ് നിലനിൽക്കേണ്ടത്. എന്തിനു വേണ്ടി നന്നാകണം എന്ന് പറയുമ്പോൾ പരലോകത്തിന് വേണ്ടി നന്നാകണം, നന്നായി മരിക്കാൻ നന്നാവണം, ഖബറിൽ നല്ല ജീവിതം കിട്ടാൻ നന്നാവണം, സ്വർഗം കിട്ടാൻ നന്നാകണം. അങ്ങനെ എല്ലാം അല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ആ നിലക്കാകുമ്പോ അങ്ങനെ ശുഭകരമായ രംഗം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ മരണം നടന്നു കഴിഞ്ഞാലോ, ഒരാളുടെ മരണം അങ്ങ് ഉറപ്പായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, അവിടെ ജനാസക്കരികിലേക്ക് ചെല്ലുമ്പോ ഒരാളുടെ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചില കാര്യങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതെന്താണ്? അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. ആ നേരത്തെ മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടപ്പാണ്, രണ്ട് കണ്ണുകളും തുറന്നു കിടപ്പാണ്. ജനാസയുടെ കണ്ണുകൾ തുറന്നു കിടക്കുക സ്വാഭാവികമാണ്. റൂഹ് പോകുന്നതിന്റെ പിന്നാലെ കണ്ണുകളും തുടരുന്നു. ആ നോട്ടമാണ്, ആ ലക്ഷ്യമായ നോട്ടമാണ്, വല്ലാത്തൊരു നോട്ടമാണത്. അങ്ങനെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്ന മയ്യത്തിന്റെ രണ്ട് കണ്ണുകളും അടച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്കരികിലേക്ക് മരണം നടന്ന ഉടനെ കടന്നു ചെന്നപ്പോ ആ രണ്ട് കണ്ണുകളും കൂട്ടിപ്പിടിച്ച് അടച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഉൽ ബസറു, റൂഹ് പിടിക്കപ്പെടുന്ന നേരത്തെ കണ്ണതിനെ പിന്തുടരുന്നുണ്ട്. അവസാന പോക്കങ്ങ് പോകുന്ന നേരത്ത് ആ ലക്ഷ്യത്തിലേക്ക് കണ്ണുകൾ പോകുന്നു. ഇതെന്തൊരു ഗൗരവമുള്ള വർത്തമാനമാണ്. അതങ്ങ് കേട്ടപ്പോ അബൂ സലമത്തിന്റെ കുടുംബത്തിലെ ആളുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും കൊടുക്കുന്ന ഒരു ഉപദേശം, ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നന്മക്ക് വേണ്ടിയല്ലാതെ പ്രാർത്ഥിക്കരുത് കേട്ടോ. കാരണം ഫഇന്ന
ഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മലായികത്ത് ആമീൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന് സമീപത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. പല ആളുകളും ജനാസ കാണാൻ പോകാറുണ്ട്. ഒരു ചടങ്ങെന്ന നിലക്ക് മുഖത്ത് മൂടിയിട്ടുള്ള തുണിയൊന്ന് മാറ്റിയിട്ട് ഒന്ന് സഹതാപത്തോടു കൂടെ നോക്കിയിട്ട് വെറുതെ പിരിഞ്ഞു പോരല്ലേ, അങ്ങനെ പിരിഞ്ഞു പോരലല്ലേ ഇന്ന് പലരും ചെയ്യാറുള്ളത്. വേണ്ട, അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ നേതാവ് കാണിച്ചിരുന്ന മാർഗം അതല്ല. ജനാസയുടെ സമീപത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതാ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖലഫഹു ഫി അഖ്ദിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ.